ഇവരെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ആശുപത്രികളിലൊക്കെ ബ്ലഡ് കൊടുക്കാനൊക്കെ ആയിട്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ്മയ്ക്ക് വയ്യാതായി, വല്യമ്മയ്ക്ക് കാലൊടിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കണ്ടത് മനോഹരമായ കാഴ്ചകളായിരുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, രക്തദാനം മഹാദാനം. അപ്പൊ ഞാൻ എൻ്റെ ആശാനോട് ചോദിച്ചു, എല്ലാ ദാനങ്ങളും മഹത്തരല്ലേ അല്ലേ, പിന്നെന്താ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നേ? അപ്പൊ ആശാൻ എനിക്ക് പറഞ്ഞു തന്നു, ലോകത്ത് രക്തം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പൈസ കൊടുത്ത് രക്തം വാങ്ങാനും കഴിയില്ല. മാത്രമല്ല, ഒരു രക്തദാനത്തിലൂടെ രക്ഷപ്പെടുന്നത് ഒരു ജീവൻ. അതുകൊണ്ടാണിത് മഹാദാനമാകുന്നത് എന്നാണ്. ഞാനവിടെ കണ്ട കാഴ്ചകൾ, അവിടെ വന്ന എല്ലാ ആംബുലൻസുകൾക്കും ഒരേ ശബ്ദമാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും കൊണ്ടുവന്ന ആംബുലൻസുകൾക്കെല്ലാം ഒരേ ശബ്ദം. അപകടത്തിലും രോഗത്തിലും പെട്ട് കരഞ്ഞ് നിലവിളിക്കുന്നവരുടെ നിലവിളിക്ക് ഒരേ സ്വരമായി വേദനയുടെ സ്വരം. അവരുടെ മുറിവിൽ നിന്നും ഒഴുകിയ ചോരയ്ക്ക് ഒരേ നിറമായി. ഉറ്റവർ തങ്ങളെ വിട്ടുപോയെന്നറിഞ്ഞ് മോർച്ചറിയുടെ മുന്നിൽ വിതുമ്പിക്കറിഞ്ഞവരുടെ കണ്ണുനീരിന് ഒരേ നനവായി. ഇവിടെയുള്ള നിങ്ങൾ ബ്ലഡ് കൊടുക്കാനായിട്ട് പോകുമ്പോ ഏത് മതത്തിൽപ്പെട്ട ആളാണെന്ന് അന്വേഷിക്കാറുണ്ടോ? ഉണ്ടോ? ഏത് പാർട്ടിക്കാരാണെന്ന് തിരക്കാറുണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, മനോഹരമായ കാഴ്ച. സോഷ്യൽ മീഡിയയിലെ വെറുപ്പിന്റെ പോസ്റ്റുകൾ കാണുമ്പോഴാണ് ഇതൊക്കെ മനോഹരമായ കാഴ്ചകളാണ്. മേഡം സുനിത വില്യംസ് നമ്മളോട് പറഞ്ഞല്ലോ. എന്താ പറഞ്ഞേ? 608 ദിവസം ബഹിരാകാശത്ത് ജീവിച്ചിട്ട് ഭൂമിയിൽ വന്ന് നമ്മളോട് പറഞ്ഞില്ലേ, ആകാശത്ത് നിന്ന് നോക്കുമ്പോ ഇവിടെ എല്ലാം ഒന്നാണ്. ഒരേ സൂര്യന്റെ പ്രകാശമേറ്റ്, ഒരേ ഓക്സിജൻ ശ്വസിച്ച്, ഒരേ വെള്ളം കുടിച്ച് ജീവിക്കും. പിന്നാരാണ് നമുക്കിടയിൽ മതിലുകൾ തീർത്തത്, വേലികൾ കെട്ടിയത്, നമ്മളെ അകറ്റിയത്?